ഇന്ന് രാവിലെ അപ്പുറേന്ന് കിട്ടിയ ചക്കയാണ് ഇത്. അപ്പുറേന്ന് ഇത്ത എനിക്ക് തന്നതാണ്. ഈ ചക്ക കൊണ്ട് വന്നപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പണ്ടത്തെ കാര്യം ഒന്ന് ആലോചിച്ച് പോയേ. കാരണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ചക്കയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. അമ്മ തന്നെ ചക്ക വെട്ടുകയും വൃത്തിയാക്കുകയും എല്ലാം ചെയ്ത് വെച്ച് പെറുക്കി മീൻ കറിയും വെച്ചിട്ട് ചിന്നുവേ ദാണ്ടായി എന്ന് പറയുമ്പോൾ പോയിരുന്നു. ഞാനും അത് എൻ്റെ ആങ്ങളെ അത് പോയിരുന്നു കഴിച്ചിട്ട് എഴുന്നേറ്റ് പോരുന്ന രീതിയായിരുന്നു കേട്ടോ. അമ്മ അടുക്കള കയറ്റത്തൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും അറിയത്തുമില്ലായിരുന്നു ചെയ്യാനായിട്ട് കേട്ടോ. എന്നെ ആദ്യം തേങ്ങ ചമ്മന്തി അരയ്ക്കാനായിട്ട് പഠിപ്പിച്ചത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. എന്നിട്ട് തന്നെ അവിടെ ചെന്ന് നിന്നത് ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ ഒന്ന് എൻ്റെ അമ്മയുടെ അമ്മേനെ വഴക്കും പറഞ്ഞ്, എന്തിനാ അമ്മ അങ്ങനെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അന്നേരത്തേക്കിന് എടുത്ത വായിക്ക് അമ്മയുടെ അമ്മേനെ പറഞ്ഞു, അവൾ ചെയ്ത് പഠിക്കട്ടെ, അവൾ പെണ്ണല്ലേ, നിനക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് അവളെ ഞാൻ വേലക്കാരിയുള്ള വീടുകളിലായിട്ട് കെട്ടിച്ച് വിടത്തുള്ളൂ. എൻ്റെ കൊച്ചിനെ ഞാൻ പഠിപ്പിക്കുന്നത് കണ്ടവരുടെ അടുക്കള പോയി കിടന്ന് പണി ചെയ്യാനായിട്ടൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞായിരുന്നേ. പക്ഷേ ഇന്ന് അമ്മയില്ല. ആ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ ആവുമായിരുന്നെന്നും എനിക്കറിയത്തില്ല. ഒരു പക്ഷേ അമ്മ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ പോകുമായിരുന്നായിരിക്കാം. പക്ഷേങ്കിൽ ഇന്ന് അമ്മ പറഞ്ഞ് അമ്മ വേലക്കാരിയുള്ള വീട്ടിലെ കെട്ടിച്ചു കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം പറയുകയാണ്, ഇന്ന് ആ വീട്ടിലെ വേലക്കാരി തന്നെ ഞാനാണെന്നുള്ള അവസ്ഥ കേട്ടോ. ഇന്നെങ്കിൽ എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും ഒക്കെ അറിയാം കേട്ടോ. പാചകം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്നും പറഞ്ഞ് എനിക്ക് കൈപ്പുണ്യം കേട്ടോ. എനിക്ക് ഒരു ആവറേജ് രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയത്തുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ഒത്തിരി കൈപ്പുണ്യ കാര്യങ്ങളോ ഒന്നുമില്ല. വാവ് എന്ന് എൻ്റെ ഫുഡ് കഴിച്ചിട്ട് ആരും പറയത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ആവറേജ് തരത്തിലുള്ളൊരു, എന്നാൽ വായി വെച്ച് കഴിക്കാൻ രീതിയിൽ ഞാനെല്ലാം ഉണ്ടാക്കാറുമുണ്ട് കേട്ടോ. അന്നേരത്തേക്കിന് ഇന്നിങ്ങനെ ചക്ക കെട്ടിയപ്പോഴത്തേക്കിന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പല 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 പണ്ടത്തെ കാലങ്ങളിലേക്ക് ഇങ്ങനെ പോയി കേട്ടോ. ഞങ്ങളുടെ എന്ന് വെച്ചാൽ കൂട്ടുകുടുംബമായിരുന്നേ. കൂട്ടുകുടുംബത്തിൽ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ, അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചിയുടെ മക്കൾ, അങ്ങനെ ഒത്തിരി പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു കേട്ടോ. അന്നേരത്തേക്കിന് അവിടെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് വരെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. 5 പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. 88ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി കിടന്നിട്ടും ഒന്നുമില്ല കേട്ടോ. വയ്യാതെ കിടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അന്ന് ഭാരത് ഹോസ്പിറ്റലിലാണ് നമ്മൾ കൊണ്ടുവന്നു. അന്ന് അവിടെ ചെന്നു. അന്നൊരു ദിവസം കിടന്നു. പിറ്റേന്ന് രാവിലെ അച്ഛൻ്റെ അമ്മ മരിച്ചു. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതായത് ഞങ്ങളെ സന്ധിക്ക് എല്ലാവരെയും വിളിച്ചിരുത്തി നാമം ചൊല്ലിപ്പിക്കുന്നതും രാമായണവും മഹാഭാരതവും അതിനകത്തെ കഥകളൊക്കെ പറഞ്ഞു തരുന്നതും എന്നെ ആദ്യമായിട്ട് കീർത്തനങ്ങൾ പഠിപ്പിച്ചതെന്ന് പറയാനായിട്ട് നരനായി ഇങ്ങനെ ജനിച്ച ഭൂമിയിൽ അതാണ് എന്നെ കൊണ്ട് ആദ്യം ചൊല്ലിപ്പിക്കുന്നത് കേട്ടോ. പഠിപ്പിച്ച് ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടെ, അമ്മച്ചൻ എന്നാണ് അച്ഛൻ്റെ അമ്മയെ വിളിക്കുന്നത്, അമ്മച്ചനും കൂടെ ഇരുന്ന് ചൊല്ലുന്ന ഒരു കീർത്തനം എന്ന് പറയുന്നത് സന്ധിക്ക് ചൊല്ലുന്ന കീർത്തനങ്ങളിലൊന്നായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പിള്ളേർ സെറ്റ് മാത്രമല്ല ഇരിക്കുന്നത്, എൻ്റെ അപ്പച്ചിമാരും ഇരിക്കുമായിരുന്നു നാമം ചൊല്ലാനായിട്ട്. എൻ്റെ അമ്മ മാത്രമേ ഇരിക്കത്തില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് എന്തിനാണ് വൈകിട്ടത്തേക്കിന് ചോറും കറിയെല്ലാം വെക്കണമായിരുന്നു. അതുകൊണ്ട് അമ്മ ഇരിക്കത്തില്ല. ഞാനും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളും അപ്പച്ചിമാരോട് ഇരുന്ന നാമം ചൊല്ലുന്നത് കേട്ടോ. അന്നേരം ഞങ്ങൾ ചൊല്ലുന്ന കുറച്ച് കീർത്തനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗുരുദേവൻ്റെ കീർത്തനങ്ങൾ, സന്ധ്യാനാമ കീർത്തനം, അതുപോലെ നരനായി ഇങ്ങനെ ജനിച്ചു, അങ്ങനെ കുറേ കീർത്തനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇന്ന് എനിക്ക് എൻ്റെ ഒരു നെസ്റ്റ് കേട്ടോ. സന്ധ്യയ്ക്ക് വിളക്ക് എത്തിച്ചിട്ട് ഞങ്ങളെല്ലാവരോടും വട്ടത്തിൽ ഇരുന്ന് നാമം ചൊല്ലുന്നതൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾ വൈകിട്ട് ആഹാരം കഴിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു വലിയ കലത്തിൽ കഞ്ഞിയാണ് കേട്ടോ. വൈകിട്ട് എന്നും കഞ്ഞിയും പയറ്, വൻപയർ, ഇങ്ങനെ മുളകും, വറ്റൽമുളകും കുരുമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വെച്ച് ചതച്ച് അതൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഈ വൻപയർ കുടച്ചിട്ടിട്ട് അത് കറി വെക്കുന്നതും. അതുപോലെ തന്നെ ഒന്നെങ്കിൽ നങ്ക് മേടിച്ച് ഉണക്കമീൻ മേടിച്ച് വറക്കും. അല്ലെന്നുണ്ടെങ്കിൽ കുറിച്ച് മേടിച്ചിട്ട് തേങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കറികളായിട്ട്. എന്നിട്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു സെറ്റ്, പിള്ളേരെല്ലാം കൂടെ ഒരു സെറ്റ്, ആണുങ്ങളെല്ലാം കൂടെ ഒരു സെറ്റ്, അങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ പണ്ടത്തെ കാലത്തെന്ന് വെച്ചതൊക്കെ ഇപ്പം എൻ്റെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഒരുവിധം കൂട്ടുകുടുംബമായിട്ടുള്ള രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒത്തിരി ആൾക്കാരായിട്ട് താമസിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. പക്ഷേ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലോട്ട് കൊണ്ടുതന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയ രീതിയായിരിക്കാം. അതായത് അമ്മ ആണെങ്കിലും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യം കേട്ടോ. ഒരു ദിവസം ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ, ചുമ്മാ ഒരു കാരണവും ഇല്ലാതെ ഒരു ദിവസം ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ വരുമ്പോഴേ അമ്മ മുകളിൽ നിന്ന് നോക്കും. പക്ഷേ ഞങ്ങൾ വീട് മാറി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വീട് ഇങ്ങനെ താഴെ ഒരു കയറ്റമായിരുന്നു. കയറ്റത്തിൻ്റെ താഴെയായിരുന്നു ഞങ്ങളുടെ വീട്. അങ്ങനെ അമ്മ വരുമ്പോഴേ അമ്മ മുകളിൽ നിന്ന് നോക്കും. അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന 6:30 വരുന്നത്. അന്നേരം അമ്മ മുകളിൽ ഇരുന്ന് നോക്കും, വിളക്ക് കത്തിച്ചിട്ടുണ്ടോ നാമം ചൊല്ലുന്നുണ്ടോ എന്ന് നോക്കി ഇറങ്ങി വരുന്നത് കേട്ടോ. അഥവാ ചൊല്ലുന്നില്ല, എന്നെ കണ്ടില്ലെങ്കിൽ
പിടിച്ചിരുത്തി വഴക്കും പറയും കേട്ടോ. നിസ്സാരമായ കാര്യങ്ങൾ കാരണം ഉറപ്പായിട്ടും വഴക്ക് കേൾക്കുകയും ചെയ്യും. അത് വേറെ സത്യം. പക്ഷേ അങ്ങനെ ഇങ്ങനെ അടിക്കത്തൊന്നുമില്ല കേട്ടോ. അമ്മ അങ്ങനെ പെട്ടെന്ന് അടിക്കുന്ന പ്രകൃതമൊന്നും അല്ലായിരുന്നു. ഒച്ച വെച്ച് നിൽക്കുന്ന ആ ഒരു ഇതായിരുന്നു. വഴക്ക് പറയായിരുന്നു കിടന്നിട്ട് കേട്ടോ. അങ്ങനായിരുന്നു. പക്ഷേ അമ്മ പാവമായിരുന്നു കേട്ടോ. പഞ്ചപാവമായിരുന്നു. കാരണം എനിക്കില്ലാതാകുമ്പോഴല്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്നുള്ളത് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അമ്മയെന്ന് വെച്ചാൽ അമ്മയുടെ വൈകുന്നേരം വരുമ്പോഴത്തേക്കിന് സാധാരണ എല്ലായിടത്തും അച്ഛന്മാരല്ലേ പൊതിയായിട്ട് വരുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയായിരുന്നു കേട്ടോ. ഇങ്ങനെ അമ്മ വൈകുന്നേരം പൊതിയായിട്ട് വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തെങ്കിലും ഇല്ലാതെ അമ്മ അങ്ങനെ വരാറില്ല. എന്ന് പറഞ്ഞാൽ എന്നും ഒന്നും കൊണ്ടുവരാറില്ല. പക്ഷേ അമ്മ കൊണ്ടുവരുന്ന ദിവസം എനിക്കും എൻ്റെ അനിയനും അറിയാൻ പറ്റും. അത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനും അനിയൻ്റെ ഇഷ്ടത്തിനും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാം. കാരണം അമ്മയ്ക്ക് വന്നു കഴിഞ്ഞ് മനസ്സമാധാനം വേണേ. അതുകൊണ്ട് അമ്മ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനുള്ളത് എനിക്കും കൊണ്ടുവരും, അനിയൻ്റെ ഇഷ്ടത്തിനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെ ഒരുപോലെ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടും 2 തരത്തിലാണ് കേട്ടോ. അതിപ്പോഴും അങ്ങനെ തന്നെ, രണ്ടും 2 തരത്തിൽ തന്നെ. അന്നേരത്തേക്കിനും അതൊക്കെ എൻ്റെ ഒരു നൊസ്റ്റു കേട്ടോ. അതുപോലെ തന്നെയാണ് ഞാൻ പഠിച്ചത് സെൻറ്റ് ആൻസിലാണ്, കോട്ടയത്തെ സെൻറ്റ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം. അവിടെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വരുമ്പോൾ ചന്തക്കാല കഴിഞ്ഞ് തിയേറ്റർ ജംഗ്ഷനുണ്ട്. തിയേറ്റർ ജംഗ്ഷൻ അവിടെ ബസ് നിർത്തുമ്പോഴത്തേക്കിന് അവിടെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞിട്ട് അന്നൊരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു, ചോയ്സ് ഫുട്വെയർ. ഇപ്പോൾ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അവിടെ ഉണ്ടല്ലോ നമ്മുടെ വിജയ പോലെ തന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. കറക്റ്റ് വിജയ്, അതായത് വിജയുടെ ഖുഷി മൂവിക്കകത്തൊക്കെ ഉള്ള വിജയില്ലേ, ആ സ്റ്റൈൽ. ആ പുള്ളിക്ക് തന്നെ അറിയാം ആ ബസ്സിലെ പെണ്ണുങ്ങൾ മുഴുവനും പുള്ളിനെയാണ് നോക്കുന്നതെന്നുള്ളത്. അന്നൊക്കെ ഞങ്ങനെയൊക്കെ ഉൾപ്പെടെ വായി നോക്കിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് ബസ് വന്നിക്കുമ്പോഴത്തേന് നാണക്കേടാ. കാരണം പുള്ളി വെളിയിൽ ഇങ്ങനെ ചെരുപ്പിട്ടിട്ട് അവിടെ വായി നോക്കി ഇങ്ങനെ നിൽക്കും. നമ്മൾ അന്നേരം നിന്ന് വായി നോക്കും. കാരണം പുള്ളിക്കണ്ട നോക്കാത്തൊരു നോക്കുമ്പോൾ അങ്ങനെ പക്ക വിജയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ആ കടയൊക്കെ അവിടെ നിന്ന് മാറി. ഇന്ന് വേറൊരു കടയാണ് അവിടെ. ഇന്ന് അവരാരും ഇല്ല. എന്നാലും നമ്മൾ ഇന്ന് അതിലൂടെ പോകുമ്പോഴൊക്കെ ഒന്ന് കണ്ണ് ഏറിയിട്ട് നോക്കാറുണ്ട് ആ വ്യക്തി അവിടെ ഉണ്ടോ എന്നൊക്കെ. അതൊക്കെ ഒരു നൊസ്റ്റുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അന്ന് കോഴി, പശു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പശു ഉണ്ടായിരുന്നു, അമ്മണി പശു ഉണ്ടായിരുന്നു. നല്ല വെള്ള കളർ അമ്മണി പശു. അത് നല്ല വൃത്തിയായിരുന്നു കേട്ടോ. എൻ്റെ അപ്പച്ചിയുടെ പശുവായിരുന്നേ. അപ്പച്ചി പൊന്നുപോലെ നോക്കുമായിരുന്നു. അയ്യോ അതൊക്കെ എനിക്കറിയത്തില്ല. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റിന് അത് വിടുന്ന കേട്ടോ. ഇനി അങ്ങനത്തെ കാലങ്ങളൊന്നും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ ആ ഒരു കൂട്ടുകുടുംബം. അന്നത് വലിയ ഇതായിരുന്നു. പക്ഷേ ഇന്നതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൂട്ടുകുടുംബം എന്ന് പറയുന്നതൊക്കെ. ഇന്നിപ്പോൾ അങ്ങനെ ആരുമായിട്ടും വലിയ ഇതൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. അങ്ങനത്തെ ആ ഒരു ഇതിലെത്തി കേട്ടോ. പക്ഷേ എന്നാൽ പോലും എനിക്കറിയില്ല, കൂട്ടുകുടുംബം എന്ന് പറയുന്നത് കൂട്ടുകുടുംബത്തിൽ ജീവിച്ചവർക്ക് അത് മനസ്സിലാകും കേട്ടോ. അതെന്തായിരുന്നു ആ ഒരു ഫീലെന്നുള്ളത്. എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കിടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാനും അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ 2 മക്കൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അച്ഛൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ 2 മക്കളെന്ന് പറഞ്ഞാൽ അവർ വേറെയാണ് താമസിക്കുന്നത്. പക്ഷേ കിടക്കാൻ നമ്മുടെ വീട്ടിലാണ് വരുന്നത്. അന്നേരത്തേക്കിന് അവിടുന്ന് അവർ വരും, അക്കച്ചിയും വരും, അക്കച്ചിമാർ വരും. അവർ 2 പേര് വരും. ഇവിടെ എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ 2 പെൺപിള്ളേരുണ്ട്. ഞാൻ, എൻ്റെ ഒരു കെട്ടിക്കാത്ത ഒരു അപ്പച്ചിയുണ്ട്, ആ അപ്പച്ചി, ഞങ്ങളെല്ലാം കൂടെ ഒരു മുറിയില്ല. അതിൽ അപ്പച്ചി കട്ടിലേ കിടക്കും. കൂടെ ഇടയ്ക്ക് ഞാൻ കയറി കിടക്കും. പക്ഷേ എനിക്ക് കൂടുതലും എനിക്ക് അക്കച്ചിമാരോടെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന ഇഷ്ടം കേട്ടോ. അത് നടുക്കത്തെ മുറി കിടക്കുവേ. ഇപ്പുറത്തെ മുറിയിൽ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരുടെ മക്കളെയൊക്കെ കെട്ടിച്ചതൊക്കെ ആയിരുന്നു. അന്നേരം മൂത്ത പെങ്ങൾ തന്നെ കിടക്കും. അതുപോലെ വേറൊരു മുറിയിൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും തന്നെ വേറൊരു മുറിയിൽ. പിന്നെ തിണ്ണയാണ് കേട്ടോ. തിണ്ണയെന്ന് വെച്ചാൽ ഇങ്ങനെ പകുതി അരപ്രൈസ് എന്ന് പറയാം. അരപ്രൈസ് എന്നൊക്കെ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും. അരപ്രൈസ് കെട്ടിയിട്ടിട്ട് വാതിലുണ്ട്. അവിടെയാണ് എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മ അവിടെ കിടക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ ചേട്ടന്മാരവിടെ വന്ന് കിടക്കും. അവരെല്ലാം കൂടെ അങ്ങനെ ഒരു കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കിടപ്പ് അവിടെയുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അരപ്രൈസ് അത് കെട്ടിയിട്ടോ എടുത്തിട്ടോ മറച്ചിട്ടോ ഒന്നുമില്ല, വാതിലും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഒരു ഹാളാണ്. പക്ഷെ ഒന്നും പേടിക്കണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്തൊന്നും നമുക്ക് ഇത്രയും കതക് തുറന്നിട്ട് കിടന്നാൽ പോലും ഇത്രയും ശല്യങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്ന സമയമല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് പേടിക്കണ്ടായിരുന്നു. ഏത് രാത്രിയിലും ഇറങ്ങി നടക്കാമെന്നുള്ള ആ ഒരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ പേടിക്കണ്ടായിരുന്നു. അതിന് എൻ്റെ അച്ഛനെയൊക്കെ അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. എൻ്റെ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും PJ ജോസഫ് സാറും ഒക്കെ എൻ്റെ അച്ഛൻ്റെ ഭയങ്കര കൂട്ടുകാരനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് അവർ വന്നിട്ടുണ്ടായിരുന്നു.
ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. ഒരു ഭയങ്കര ഞങ്ങളുടെ വീട്ടിൽ വേറെ ഒരു പാർട്ടിക്കാരും വോട്ട് ചോദിച്ച് വരത്തില്ല, വേറെ ആരും വന്ന് കയറത്തില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ 32 പേരുണ്ട്. ആ 32 പേരും വോട്ട് കൊടുക്കുന്നത് കോൺഗ്രസ്സിനാണ്. അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല എന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് വേറെ ആരും വന്ന് ചോദിക്കത്തില്ല വോട്ട് കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ വഴിക്കപ്പുറം എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എന്നിട്ട് ഇലക്ഷൻ നടന്നു കഴിഞ്ഞ് മുട്ടനടിയാവും കേട്ടോ. അത് വേറെ ആരും എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് മുട്ടനടി നടക്കും. അച്ഛൻ ഒളിവ് വരെ പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഇന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് തന്നെയാണ് അവർ ചായവുള്ളത് കേട്ടോ. തിരുവഞ്ചൂർ സാറിനെയൊക്കെ ഒരുവിധം അത്യാവശ്യം അടുത്തറിയെടുക്കുകയൊക്കെ ചെയ്യാം. ഇന്നും ചെന്ന് മുരളിയുടെ മകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാവശ്യം പറഞ്ഞാൽ അവർ തള്ളിക്കളയത്തും ഇല്ല എന്നൊരു ഉറപ്പുണ്ട്. അത് നമ്മളങ്ങനെ പോകാറില്ല കേട്ടോ. അത് വേറെ കാര്യം. നമുക്ക് അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വന്നിട്ടുമില്ല, നമ്മളങ്ങനെ പോകാറുമില്ല. അങ്ങനെ എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അന്നത്തെ കാലമൊക്കെ ഭയങ്കര ഒരു നല്ല ആരായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് ബസ്സിന് കയറി പോകുന്നതും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പോക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലാഞ്ഞിട്ട് നമ്മൾ ടി വി കാണാൻ പോകുന്ന ഇപ്പുറത്തെ വീട്ടിലായിട്ടോ, പൊന്നമേനിയുടെ വീട്ടിൽ ഞായറാഴ്ച ദിവസം മാത്രമേ പോകത്തുള്ളൂ. വൈകുന്നേരം സിനിമ കാണാൻ വേണ്ടി മാത്രം പോകും. പിന്നെ ശനിയാഴ്ച പോകും. ഞായറാഴ്ച വൈകിട്ട് 10 മണിക്ക് ഓം നമഃ ശിവായ ഉണ്ട്. ഈ ഓം നമഃ ശിവായ കാണാനും പോകും. ഇത് രണ്ടിനാണ് ഞങ്ങൾ പോകുന്നത്. അതിൽ ചില ദിവസങ്ങളിൽ അച്ഛൻ എന്നെ കാണാൻ വിടത്തില്ല. അച്ഛൻ ആ സമയത്ത് എന്നെ തിരിച്ച് വിളിക്കും. എന്തെങ്കിലും സിഗരറ്റ് മേടിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിടത്തില്ല. പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ സിനിമ കാണാറുമില്ല കേട്ടോ. അച്ഛനെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ സീമാക്ക, സിമിയാക്ക, സന്ധ്യാക്ക, സിനിയാക്ക, ഞങ്ങളെല്ലാം കൂടിയാണ് പോകുന്നത് കേട്ടോ. എല്ലാം കൂടെ പോയിരുന്നു സിനിമയും കണ്ടിട്ട് നമ്മൾ കഴിവത്തി. പക്ഷേ അവർ ടി വി നിർത്തി വെക്കുവോ അല്ലെങ്കിൽ കാണാൻ ചെല്ലണ്ടെന്ന് പറയുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോൾ ചെന്നാലും നമുക്ക് ടി വി കാണുന്നതിനും എടുക്കുന്നതിനും ഒന്നിനും ഒരു കുഴപ്പമില്ല. അന്ന് ഇന്നും അതുപോലെ തന്നെ സ്നേഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ അപ്പച്ചിമാരൊക്കെ എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു അകലം അവരോട് ഇട്ടത് കൊണ്ട് മാത്രം ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ന് അവർക്ക് കാണുമ്പോഴത്തേക്കിനും നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ തന്നെ കേട്ടോ. അതുപോലെ തന്നെയാണ് പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചിമാർക്കൊക്കെ ഈ ജാതി നോട്ടമൊക്കെ നല്ലവണ്ണം കൊണ്ടായിരുന്നു കേട്ടോ. ഈ താഴ്ന്ന ജാതിക്കാരെ പേര് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ അമ്മ അതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും മറ്റുള്ളവരെ, നീ ഇതിനെ ഇങ്ങനെ പേര് ചേർത്ത് വിളിക്കണേ, പേര് ചേർത്ത് വിളിക്കണേ എന്ന് അമ്മ ഇരുന്നുകൊണ്ട് ചോദിക്കും. എന്നിട്ട് ഞാനോട് പറയും എന്നാൽ അപ്പച്ചിയൊക്കെ ആൾക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ പറയും അവരങ്ങനെ പലതും പറയും, നീ ഒന്ന് പോയി, വയസ്സിന് മൂത്തവരാണ്, അവരെ ഒരിക്കലും പേര് വിളിക്കരുത്, നീ അതുകൊണ്ട് അവരെ വിളിക്കേണ്ട പോലെയൊക്കെ വിളിച്ചാൽ നമ്മുടെ അയൽപക്കത്തുള്ളവരൊക്കെ തന്നെ. പിന്നെ ഞാൻ അപ്പച്ചിമാർ ഞാൻ ഒന്നും വിളിക്കത്തില്ല അവരോടൊക്കെ സംസാരിക്കുമ്പം. അപ്പച്ചിമാരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ അല്ലാതെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അതൊക്കെ അവരുടെ പണ്ടത്തെ രീതികൾ, പണ്ടത്തെ കാലമല്ലേ. അവർക്കൊക്കെ ഇന്നും അങ്ങനത്തെ നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അന്നും ഇല്ല അങ്ങനത്തെ നോട്ടം കാര്യങ്ങളും, ഇന്നും ഇല്ലേ അങ്ങനത്തെ നോട്ടം കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ അച്ഛനൊന്നും കൊച്ചിച്ചിരി കള്ളു കുടിക്കുന്ന ആ ഒരു ടൈപ്പൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛനൊക്കെ കള്ളു കുടിക്കുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടു നിർത്തി അച്ഛനായാലും അച്ഛൻ്റെ ചേട്ടന്മാരായാലും ശരി, ആരെയും വീട്ടിൽ കൊണ്ടു നിർത്തി കള്ളു കുടിപ്പിക്കുന്ന ഏർപ്പാടോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് അച്ഛൻ ചേട്ടാനിയന്മാർക്കും കുടിക്കണമെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കുടിക്കത്തില്ല, നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ബാറിൽ ഒക്കെ പോയിരുന്ന് കുടിക്കുന്ന ആ ഒരു പ്രകൃതമായിരുന്നു കേട്ടോ. അല്ലാതെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന കള്ളു കുടിപ്പിക്കുന്ന ഏർപ്പാടോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അവരൊക്കെ ഭയങ്കര നോട്ടമുള്ള ആൾക്കാരാണ്. കള്ളു കുടിക്കുമെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ പെൺപിള്ളേരുണ്ട്, അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഉള്ളവരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോഴത്തേക്കിനും ഒത്തിരി നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയണ്ടേ, ഇന്ന് ചിന്തിക്കുമ്പോഴത്തേക്കിന് നല്ല ഓർമ്മകളും നല്ല ഇതൊക്കെയുണ്ട്. പക്ഷേങ്കിൽ ഇനി അതുപോലത്തെ കാലങ്ങളൊക്കെ കിട്ടത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനും നമുക്കതൊരു വിഷമമാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. ഇപ്പോൾ കൂടുതലും ഒറ്റ ന്യൂക്ലിയർ ഫാമിലീസാണ് കൂടുതലും. കൂട്ടുകുടുംബമൊന്നും ഇന്നില്ല. കൂട്ടുകുടുംബം ഇന്ന് വിരളമാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ നോക്കുന്നു, പോകുന്നു, വരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും കാണത്തില്ല എന്തെങ്കിലുമൊക്കെ എനിക്കൊത്തിരി നെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് നല്ല കൊച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ. കുരുത്തക്കേടായിരുന്നു കേട്ടോ. കുരുത്തക്കേടെന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ കുരുത്തക്കേടുമായിരുന്നു കേട്ടോ. എനിക്കൊരു അറിവായി കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. കാരണം ഞാൻ കാണിച്ചു കൂട്ടിയതും എടുത്തതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടേ. ഇതിപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഈ ഒറ്റയ്ക്കിരുന്ന് ജോലികൾ ചെയ്യുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ പഴയ കാര്യങ്ങളിങ്ങനെ ഞാനിത് ചിന്തിക്കും. പക്ഷേ ഞാൻ കഴിവതും എൻ്റെ അമ്മ
അമ്മയുടെ ഓർമ്മകളിലൊക്കെ പോകാറില്ല. കാരണം അമ്മയുടെ ഓർമ്മകളിലൊക്കെ പോകുമ്പോൾ അത് ലാസ്റ്റ് കരച്ചിലാണ് ചെന്ന് നിൽക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഓർമ്മകളിലേക്ക് ഞാൻ അധികം പോകാറില്ല. അത് കാരണം 15 വർഷമായി എൻ്റെ അമ്മ മരിച്ചിട്ട്. ഈ ജൂലൈ 14-ാം തീയതി ആവുമ്പോഴത്തേക്കും എൻ്റെ അമ്മ മരിച്ചിട്ട് 15 വർഷമാവും കേട്ടോ. അത് ഓർക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഒരു വ്യക്തിയല്ല, അനുഭവിക്കാവുന്ന മുഴുവൻ ലൈഫായിരുന്നു.